22 ഇന്ത്യൻ നാവികരുള്ള ഒരു കപ്പൽ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നൈജീരിയയിലെ ലാഗോസ് തുറമുഖത്താണ് 22 ഇന്ത്യക്കാരുള്ള MV അരുണ ഹുല്യ എന്ന ചരക്ക് കപ്പൽ പിടിയിലായിരിക്കുന്നത്. 31.5 കിലോഗ്രാം കൊക്കൈൻ കടത്തിയെന്ന് ആരോപിച്ചാണ് നൈജീരിയൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇത് വലിയ കോളിളക്കം തന്നെ ഇന്ത്യയിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കപ്പലിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയതെന്നും നൈജീരിയയുടെ ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്. ഇന്ത്യക്കാരായ 22 പേരടങ്ങുന്ന ചരക്ക് കപ്പൽ നൈജീരിയയിൽ പിടിയിലായി. 31.5 കിലോഗ്രാം കൊക്കൈനാണ് കടത്തിയിരിക്കുന്നത് എന്നാണ് ലാഗോസിലെ പ്രധാന തുറമുഖത്ത് MV അരുണ ഹുല്യ കപ്പൽ പിടിച്ചിട്ടിരിക്കുന്നതെന്ന് നൈജീരിയയിലെ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി വക്താവ് ഹെമി ബബാഫെമി അറിയിച്ചിട്ടുണ്ട്. യൂറോപ്പിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിച്ച് കയറ്റി അയക്കുന്ന പ്രധാന ഇടമാണ് നൈജീരിയ. ബ്രസീലിൽ നിന്ന് ലാഗോസിലേക്ക് 20 കിലോഗ്രാം കൊക്കൈനുമായി വന്ന 20 ഫിലിപ്പീൻ നാവികരെ നവംബറിൽ നൈജീരിയയിൽ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി കസ്റ്റഡിയിലെടുത്തു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നീക്കം എന്നാണ് വിവരം ലഭിക്കുന്നത്. ലാഗോസ് തീരത്ത് കപ്പലിൽ 1000 കിലോ കൊക്കൈൻ കണ്ടെത്തിയ സംഭവത്തിൽ അമേരിക്ക, ബ്രിട്ടീഷ് സുരക്ഷാ ഏജൻസികൾക്കൊപ്പം മയക്കുമരുന്ന് മാഫിയക്കെതിരെ നൈജീരിയ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് ലാഗോസ് തീരത്തെ തുടർച്ചയായ മയക്കുമരുന്ന് വേട്ടയ്ക്ക് കാരണമെന്നാണ് നിലവിലത്തെ സൂചനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ കപ്പൽ അവിടെ പിടിയിലായതിനു ശേഷം ഇതിൽ എന്ത് നടപടിയാണ് സർക്കാർ, അതായത് ഇന്ത്യൻ സർക്കാർ നൈജീരിയയുമായി ചേർന്ന് സ്വീകരിക്കുക അല്ലെങ്കിൽ അവരുമായി ചർച്ചകൾ നടത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.